സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. കരുവന്നൂരിൽ പാർട്ടി പുറത്താക്കിയവരെ മാപ്പുസാക്ഷിയാക്കി CPIMനെ വേട്ടയാടാനാണ് ED ശ്രമിക്കുന്നതെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. ഇതിന്റെ ഭാഗമായാണ് കണ്ടുകെട്ടലെന്നും ഇതിനെ നിയമപരമായി തന്നെ നേരിടുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ. EDയുടെ കണ്ടുകെട്ടൽ ഉത്തരവ് CPIMനെ പുകമറ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ്. മോദിയെയും BJPയെയും കടന്നാക്രമിച്ച് ലോക്സഭയിൽ പ്രതിപക്ഷം. നീറ്റ് ക്രമക്കേടും മണിപ്പൂരും ചർച്ചയാക്കി പ്രതിപക്ഷം. അഗ്നിവീർ യൂസ് ആൻഡ് ത്രോ പദ്ധതി ദൈവത്തിന്റെ അവതാരമെന്ന മോദി പരാമർശത്തെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി. പ്രസംഗത്തിനിടെ പരമശിവന്റെ ചിത്രം ഉയർത്തി രാഹുൽ ഹിന്ദുക്കളെ അപമാനിക്കുന്നെന്ന് അമിത്ഷാ. രാഹുൽ ചട്ടം ലംഘിച്ചെന്ന് സ്പീക്കർ. നീറ്റ് ക്രമക്കേടിലും പുതിയ ക്രിമിനൽ നിയമത്തിലും പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. അടിയന്തര പ്രമേയം അനുവദിക്കാത്തതിൽ പ്രതിപക്ഷം ലോക്സഭയിൽ നിന്നിറങ്ങിപ്പോയി. തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി നടത്തിയത് വർഗീയതയെന്ന് മല്ലികാർജുൻ ഖാർഗെ. നീറ്റ് പുനഃപരീക്ഷാഫലം പ്രഖ്യാപിച്ചു. നീറ്റ് പരീക്ഷകൾ നടത്താനുള്ള അനുമതി സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകണമെന്ന് ജോൺ ബ്രിട്ടാസ് MP. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ. ആദ്യ FIR രജിസ്റ്റർ ചെയ്ത് ദില്ലി പോലീസ്. രാജ്യത്ത് നടപ്പിലാക്കിയ പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഭരണഘടനയുടെയും ജനാധിപത്യ മൂല്യങ്ങളുടെയും ലംഘനമെന്ന് CPIM. CBI അറസ്റ്റ് ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ ദില്ലി ഹൈക്കോടതിയിൽ. VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ച ഗവർണറുടെ നടപടിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിലേക്ക്. സർവകലാശാലകളുടെ സ്വയംഭരണം സംരക്ഷിക്കാനുള്ള സർക്കാർ ശ്രമത്തെ അട്ടിമറിക്കാൻ രാഷ്ട്രീയ നീക്കം നടക്കുന്നുവെന്ന് ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ പരോക്ഷ വിമർശനം. സംസ്ഥാനത്ത് ഇനി 4 വർഷ ബിരുദം. വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമുള്ള വിഷയം പഠിക്കാമെന്നത് 4 വർഷ ബിരുദത്തിന്റെ ഗുണമെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരം വെൺപാലവട്ടത്ത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മേൽപ്പാലത്ത് നിന്ന് താഴേക്ക് വീണ് യുവതി മരിച്ചു. കുഞ്ഞടക്കം 2 പേർക്ക് ഗുരുതര പരിക്ക്. 5 കുടുംബാംഗങ്ങൾ ഒഴുക്കിൽപ്പെട്ടു മരിച്ച മഹാരാഷ്ട്ര ലോണോവാല സംഭവത്തിൽ ഒരു കുട്ടിയുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. യൂറോ കപ്പിൽ ഫ്രാൻസ് ബെൽജിയം പോരാട്ടം അല്പസമയത്തിനുള്ളിൽ. പോർച്ചുഗൽ സ്ലൊവേനിയ മത്സരവും ഇന്ന്. രാജ്യത്ത് നടപ്പിലായ പുതിയ നിയമങ്ങളിലൂടെ നീതി വേഗത്തിൽ ലഭ്യമാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ക്രിമിനൽ നിയമത്തിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കാണ് പ്രഥമ പരിഗണനയെന്നും അമിത്ഷാ. ചെമ്പഴന്തി അഗ്രികൾച്ചറൽ സഹകരണ സംഘത്തിലെ നിക്ഷേപകന്റെ ആത്മഹത്യക്ക് കാരണം പ്രസിഡന്റിന്റെ നിഷേധാത്മക നിലപാടെന്ന് മന്ത്രി VN വാസവൻ. പ്രാഥമിക അന്വേഷണത്തിൽ സംഘത്തിൽ ക്രമക്കേട് കണ്ടെത്തിയെന്നും കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. തൃശൂർ ഒരുമനയൂരിൽ പൊട്ടിച്ച നാടൻ ബോംബ് സ്വയം നിർമ്മിച്ചതാണെന്ന് പ്രതി ഷഫീഖ്. ഇയാൾക്ക് സ്ഫോടക വസ്തു കിട്ടിയ ഉറവിടത്തെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. അക്ഷരനഗരിയായ കോട്ടയത്തിന് ഇന്ന് 75ാം പിറന്നാൾ. 1949 ജൂലൈ 1 കോട്ടയം രൂപീകൃതമായത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ജില്ലാ ഭരണകൂടം. ആനപ്പേടിയിൽ കോതമംഗലം കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാട് നിവാസികൾ. 100ഓളം പേർ താമസിക്കുന്ന പ്രദേശത്തെത്തിയ കാട്ടാന കൃഷി ഉൾപ്പെടെ നശിപ്പിച്ചു. പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ്. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി കാന്തല്ലൂർ. നിലവിൽ കാട്ടാനകളുള്ളത് വൃന്ദാവൻ മലനിരകളിൽ. പ്രദേശത്തെത്തിയ വിനോദസഞ്ചാരികളെ ആന ഭയപ്പെടുത്തി ഓടിച്ചു. കൃഷികൾക്കും വ്യാപക നാശനഷ്ടം. മാനന്തവാടി അരണപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണം. KB ഹംസ എന്നയാളുടെ വീട് ആക്രമിച്ചു. ബൈക്ക് ചവിട്ടി തകർത്ത ആന ദീർഘനേരം ഭീതി സൃഷ്ടിച്ചു. ഇടുക്കി അടിമാലിയിൽ ചാരായവും വാറ്റ് ഉപകരണങ്ങളുമായി യുവാവ് നർക്കോട്ടിക് സംഘത്തിന്റെ പിടിയിൽ. പിടിയിലായത് കണ്ണാടിപ്പാറ സ്വദേശി അരുൺ.
400 ലിറ്റർ കോടയും 25 ലിറ്റർ വാറ്റ് ചാരായവും അന്വേഷണ സംഘം പിടികൂടി. ഇടുക്കി നെടുങ്കണ്ടത്ത് അന്യസംസ്ഥാന തൊഴിലാളിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വിക്രംപൂർ സ്വദേശി വീരേന്ദ്ര പട്ടേയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാലക്കുടിയിൽ കൂടപ്പുഴ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. 1 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. പുലർച്ചെയാണ് മോഷണം നടന്നത്. സംഭവത്തിൽ ചാലക്കുടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. BJP ഭരണത്തിൽ പന്തളം മുനിസിപ്പാലിറ്റി അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന് LDF. നഗരസഭയിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ സമരം CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി കല്ലാറിൽ ആന സഫാരി കേന്ദ്രത്തിൽ പാപ്പാനെ ആന ചവിട്ടിക്കൊന്ന സംഭവം ഞെട്ടിപ്പിക്കുന്നതെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്ത് അനുമതിയില്ലാതെ ആനകളെ സഫാരിക്കായി ഉപയോഗിക്കുന്നുണ്ടെന്ന് കോടതി. സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ആന സഫാരികൾ നിയമപരമാണോ എന്ന് പരിശോധിക്കണമെന്നും കോടതി. $51 കിലോ കഞ്ചാവ് കടത്തിയ കേസിലെ മുഖ്യപ്രതിയെ മുംബൈയിൽ നിന്ന് പിടികൂടി കേരള പോലീസ്. പിടിയിലായത് മുംബൈ സ്വദേശി രവി ജയ്സ്വാൾ. വനസംരക്ഷണവും വന്യജീവി സംരക്ഷണവുമാണ് ഭരണഘടനാപരമായ ബാധ്യതയെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നതാണ് LDFന്റെ നയം. പക്ഷേ പ്രതിപക്ഷത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ ക്രിയാത്മകമല്ലെന്നും മന്ത്രി. KSRTC സൂപ്പർ ഫാസ്റ്റ് ബസും ആംബുലൻസും കൂട്ടിയിടിച്ച് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ഹരിപ്പാട് KV ജെട്ടി വിലാത്തൽ ക്ഷേത്രത്തിന് സമീപമാണ് അപകടം നടന്നത്. പരിക്കേറ്റവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ SFI പ്രവർത്തകനെ മർദ്ദിച്ച് കോളേജ് പ്രിൻസിപ്പാൾ. മർദ്ദനത്തിൽ SFI കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റ് അഭിനവിന്റെ കർണപടം തകർന്നു. കോളേജിൽ നാളെ വിദ്യാർത്ഥികൾ പ്രതിഷേധം സംഘടിപ്പിക്കും. കോട്ടയം വാളകത്ത് മുൻ CSI ഈസ്റ്റ് കേരള മഹായിടവക ബിഷപ്പ് സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ട് സഹായി മരിച്ചു. ബിഷപ്പിന്റെ സഹായിയായിരുന്ന മേച്ചാൽ സ്വദേശിനി റീന സാമാണ് മരിച്ചത്. കാർ നിയന്ത്രണം വിട്ട് സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ചാണ് അപകടം. ദില്ലി മദ്യനയ കേസിൽ BRS നേതാവ് K കവിതയ്ക്ക് ദില്ലി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. മദ്യനയ കേസിൽ ആകെയുള്ള 50 പ്രതികളിലെ ഏക വനിതയാണെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്ത് ജാമ്യം നൽകണമെന്നായിരുന്നു ആവശ്യം. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക മേധ പട്കറിനെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ച് ദില്ലി സാകേത് കോടതി. ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നൽകിയ അപകീർത്തി കേസിലാണ് ഉത്തരവ്. വിധി ദേശസ്നേഹിയുടെ യഥാർത്ഥ മുഖം എന്ന തലക്കെട്ടിൽ 13 വർഷം മുൻപ് മേധ പട്കർ പുറപ്പെടുവിച്ച പത്രക്കുറിപ്പിനെതിരെ നൽകിയ ക്രിമിനൽ മാനനഷ്ട കേസിൽ. BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനെതിരെ KCBC കേരളത്തിൽ ചുവടുറപ്പിക്കുന്നതിനായി ക്രൈസ്തവർക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സുരേന്ദ്രന്റെ രാഷ്ട്രീയ തന്ത്രം അപലപനീയമെന്ന് വിമർശനം. രേഖകളില്ലാതെ ബസ്സിൽ കടത്തുകയായിരുന്ന 64.5 ലക്ഷം രൂപയുമായി ഹൈദരാബാദുകാരൻ പിടിയിൽ. മേച്ചൽ സ്വദേശി രാമശേഖർ റെഡ്ഡി വാളയാറിൽ എക്സൈസിന്റെ പിടിയിലായത്. കുമളിയിലേക്ക് സുഗന്ധവ്യഞ്ജന ഇടപാടിനായി കൊണ്ടുവന്ന പണമെന്നാണ് പ്രതിയുടെ വിശദീകരണം. അഭിനയ ചാതുരി കൊണ്ടും മലയാള മനസ്സിൽ ഇടം പിടിച്ച ഇടവേള ബാബുവിന്റെ ആത്മകഥാംശമുള്ള ഇടവേളകളില്ലാതെ പ്രകാശനം ചെയ്തു. താരസംഘടന അമ്മയുടെ 30ാം വാർഷിക യോഗത്തിൽ സുരേഷ് ഗോപി പുസ്തകം മോഹൻലാലിന് നൽകിയാണ് പ്രകാശനം ചെയ്തത്. K സുരേഷ് തയ്യാറാക്കിയ പുസ്തകം ലിബി പബ്ലിക്കേഷൻസ് ആണ് പ്രസിദ്ധീകരിച്ചത്. കണ്ണൂർ പയ്യന്നൂരിൽ ക്ഷേത്രത്തിൽ കവർച്ച. വെള്ളാരങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ മോഷ്ടിച്ചു. പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഭണ്ഡാരപ്പുരയുടെ പൂട്ട് തകർത്താണ് കവർച്ച നടത്തിയത്.
പുതിയ ക്രിമിനൽ തെളിവ് നിയമങ്ങളെ സംബന്ധിച്ച് വടകര മുനിസിപ്പൽ ഓഫീസിൽ നിയമ ക്ലാസ് സംഘടിപ്പിച്ച് പോലീസ്. വടകര ജനമൈത്രി പോലീസ് സംഘടിപ്പിച്ച ക്ലാസിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ KP ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾ, ജീവനക്കാർ, പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട് കൊടിയത്തൂരിൽ കനത്ത മഴയിൽ കിണറിടിഞ്ഞു. ചെറുവാടി ആലുങ്ങലിൽ തറയിൽ മമ്മദിന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞത്. ഉച്ചയ്ക്കു ശേഷം പെയ്ത ശക്തമായ മഴയിലാണ് സംഭവം. ഭൂമി തരം മാറ്റൽ അപേക്ഷകൾ അതിവേഗം തീർപ്പാക്കുന്നതിനായി താലൂക്ക് അടിസ്ഥാനത്തിൽ വികേന്ദ്രീകരണ സംവിധാനത്തിന് തുടക്കമായി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. ഇതോടെ ഭൂമി തരം മാറ്റൽ നടപടികളിൽ 6 മാസത്തിനുള്ളിൽ കൃത്യമായ തീരുമാനമാകുമെന്ന് മന്ത്രി. കോഴിക്കോട് NIT വിവിധ വകുപ്പുകളിലേക്ക് താൽക്കാലികമായി അധ്യാപകരെ നിയമിക്കുന്നു. സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വകുപ്പുകളിലേക്കാണ് അധ്യാപകരെ നിയമിക്കുന്നത്. ദേശീയപാതയിൽ വെൺപാലവട്ടത്ത് സ്കൂട്ടർ നിയന്ത്രണം തെറ്റി അപകടത്തിൽ ഒരാൾ മരിച്ചു. കോവളം സ്വദേശി സിമിയാണ് മരിച്ചത്. പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. തിക്കോടിയിലെ പുതിയോട്ടിൽ രാധയുടെ ഉടമസ്ഥതയിലുള്ള വീട് ഭാഗികമായി തകർന്നു. സംഭവത്തിൽ ആളപായമില്ല. വീട്ടിലെ താമസക്കാരായ 2 പേരെ അടുത്തുള്ള ബന്ധുവീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം എറണാകുളം റൂറൽ ജില്ലയിലെ ആദ്യത്തെ FIR കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു. പുലർച്ചെ 2:49 കേസ് രജിസ്റ്റർ ചെയ്തത്. അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ടാണ് FIR. മലപ്പുറം കാട്ടുമുണ്ട കമ്പനിപ്പടിയിൽ KSRTC ബസ് ഓട്ടോയിലിടിച്ച് അപകടം. ഓട്ടോ യാത്രക്കാരായ മദ്രസ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇവരെ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലമ്പൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന KSRTC ബസ്സാണ് ഓട്ടോയിലിടിച്ചത്. FF കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് കണ്ണാടിയിൽ സന്തോഷ് അനുസ്മരണം സംഘടിപ്പിച്ചു. ചടങ്ങിൽ SLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. A പ്രഭാകരൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പൊൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ബയോബിൻ വിതരണം ആരംഭിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ബാലഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. താരസംഘടന അമ്മയുടെ യോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്കുണ്ടായ അസൗകര്യങ്ങളിൽ സംഘടന ഖേദം പ്രകടിപ്പിച്ചു. സംഘടനയുടെ ഭാഗത്തു നിന്നും ഇത്തരം നടപടികൾ ആവർത്തിക്കില്ലെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു. കൊല്ലം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SLC +2 VHC വിഭാഗങ്ങളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ആദരവ് 2024 പരിപാടി ചവറ MLA ശ്രീ ഡോക്ടർ സുജിത് വിജയൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. പരിപാടി PTA-യുടെയും 90 ബാച്ചിന്റെയും നേതൃത്വത്തിൽ. P. കേശവദാസ് സ്മാരകം ഉടൻ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം സംഘടിപ്പിച്ചു. കെടാമംഗലം പപ്പുക്കുട്ടി മെമ്മോറിയൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഡയാലിസിസ് സൗകര്യങ്ങളില്ലാതെ വിദൂര ദുർഘട പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മൊബൈൽ ഡയാലിസിസ് യൂണിറ്റിലൂടെ രോഗികൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന കേന്ദ്രങ്ങളിൽ വെച്ച് സേവനം നൽകുമെന്നും മന്ത്രി. ഫെബ്രുവരി മുതൽ മെയ് വരെ നെൽകൃഷിയിലും മറ്റിതര കൃഷികളിലും വ്യാപകമായ നാശനഷ്ടമുണ്ടായെന്ന് മന്ത്രി P. പ്രസാദ്. വരൾച്ച മൂലമുണ്ടായ കൃഷിനാശം വിലയിരുത്തുന്നതിനായി ബ്ലോക്ക് തലത്തിൽ വിദഗ്ധ സമിതി രൂപീകരിക്കുകയും സ്ഥല സന്ദർശനം നടത്തി നാശനഷ്ടം തിട്ടപ്പെടുത്തുകയുമായിരുന്നു മന്ത്രി.
AI ഉപയോഗിച്ച് പുരുഷ ശബ്ദത്തിൽ ഫോൺ വിളിച്ച് അയൽവാസിയിൽ നിന്ന് 6 ലക്ഷം തട്ടിയ യുവതി അറസ്റ്റിൽ. മഹാരാഷ്ട്രയിലെ താനെ സ്വദേശി രശ്മീകറാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശിലെ BJPയുടെ മോശം പ്രകടനത്തിന് നരേന്ദ്രമോദിയെ മാത്രം കുറ്റപ്പെടുത്തേണ്ടതില്ലെന്ന് BJP നേതാവ് ഉമാഭാരതി. അയോധ്യയെ വോട്ടുമായി ബന്ധപ്പെടുത്തേണ്ടതില്ലെന്നും ഉമാഭാരതി. സമാജ്വാദി പാർട്ടി MP ആയ അവധേഷ് പ്രസാദിനെ ഡെപ്യൂട്ടി സ്പീക്കർ ആക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ്. നിലവിൽ ഫൈസാബാദ് മണ്ഡലത്തിലെ MP ആണ് അവധേഷ്. അതേസമയം ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിൽ കേന്ദ്രം പ്രതികരിച്ചിട്ടില്ല. നൂറോളം അധ്യാപക അനധ്യാപക ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള തീരുമാനം ടിസ് പിൻവലിച്ചു. 55 ഫാക്കൽറ്റി അംഗങ്ങളെയും 60 ജീവനക്കാരെയും പിരിച്ചുവിടാനായിരുന്നു തീരുമാനം. ടിസിന്റെ നടപടി വലിയ രീതിയിൽ ചർച്ചയായതിന് പിന്നാലെയാണ് തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനൊരുങ്ങി മഹാവികാസ് അഘാഡി സഖ്യം. ഉദ്ധവ് ശിവസേനയും NCPയും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ശരത് പവാർ. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള ജലവിഭവ മേഖലയിലെ വിദഗ്ധർ ആന്ധ്രാപ്രദേശിലെത്തി. പോളവാരം പദ്ധതി പ്രദേശം പരിശോധിക്കുന്നതിനാണ് സന്ദർശനം. ജമ്മുവിൽ 5 ഇടങ്ങളിൽ തെരച്ചിൽ നടത്തി ദേശീയ അന്വേഷണ ഏജൻസി. ജൂൺ 9-ന് തീർത്ഥാടകരുടെ ബസ്സിന് നേരെ ഭീകരവാദികൾ ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിലാണ് പരിശോധന. ഭീകരവാദികളുമായി ബന്ധപ്പെട്ട പല വസ്തുക്കളും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം. മെക്കാനിക്സ് യൂണിയന്റെ സമരത്തെ തുടർന്ന് കാനഡ എയർലൈൻസ് വെസ്റ്റ് ജെറ്റ് 400-ലധികം വിമാനങ്ങൾ റദ്ദാക്കി. ഫെഡറൽ ഗവൺമെന്റ് മന്ത്രിതല ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് സമരം പ്രഖ്യാപിച്ചത്. സമരം 50,000-ലധികം യാത്രക്കാരെ ബാധിച്ചെന്ന് റിപ്പോർട്ട്. ഫ്രഞ്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തുടക്കം. നാസി കാലഘട്ടത്തിന് ശേഷം ആദ്യമായി രാജ്യത്തിന്റെ ഭരണം വലതുപക്ഷ കക്ഷികൾ കൈയടക്കുമെന്ന് പ്രവചനം. തെരഞ്ഞെടുപ്പ് യൂറോപ്യൻ ധനകാര വിപണിയെയും യുക്രൈൻ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ നിലപാടിനെ സ്വാധീനിക്കുമെന്നും വിലയിരുത്തൽ. നൈജീരിയയിലെ വടക്കുകിഴക്കൻ ബോർണോ സ്റ്റേറ്റിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 18 പേർ കൊല്ലപ്പെട്ടു. 48 പേർക്ക് പരുക്ക്. മരിച്ചവരിൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നുവെന്ന് റിപ്പോർട്ട്. ഗാസ ഇസ്രായേൽ കടന്നാക്രമണത്തിൽ 10,000-ഓളം പേർക്ക് അംഗഭംഗം സംഭവിച്ചതായി പലസ്തീൻ സർക്കാർ ഇതര സന്നദ്ധ സംഘടന. ഗാസ മുനമ്പിലെ വീടുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ 224 പേർക്ക് പരിക്കേറ്റു. ബലൂചിസ്ഥാനിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും 6 മരണം, 25 പേർക്ക് പരിക്ക്. നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട്. സെർബിയയിലെ ഇസ്രയേൽ എംബസിക്ക് നേരെ ആക്രമണം. എംബസിക്ക് കാവൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം. അക്രമിയെ ഏറ്റുമുട്ടലിൽ വധിച്ച സുരക്ഷാ സേന. ഗുരുതര പരുക്കേറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥർ ബെൽഗ്രേഡിലെ ആശുപത്രിയിൽ. ദക്ഷിണ കൊറിയ, ജപ്പാൻ, അമേരിക്ക രാജ്യങ്ങളുടെ സംയുക്ത സൈനികാഭ്യാസങ്ങളെ അപലപിച്ച് ഉത്തര കൊറിയ. അഭ്യാസങ്ങൾ നാറ്റോയുടെ ഏഷ്യൻ പതിപ്പെന്ന് ഉത്തര കൊറിയ. മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും മുന്നറിയിപ്പ്. ദക്ഷിണ കൊറിയ, ജപ്പാൻ, അമേരിക്ക രാജ്യങ്ങളുടെ സംയുക്ത സൈനികാഭ്യാസങ്ങളെ അപലപിച്ച് ഉത്തര കൊറിയ. അഭ്യാസങ്ങൾ നാറ്റോയുടെ ഏഷ്യൻ പതിപ്പെന്ന് ഉത്തര കൊറിയ. മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും മുന്നറിയിപ്പ്. യൂറോപ്യൻ യൂണിയന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്ത് ഹംഗറി. ആദ്യ മാസം നീളുന്ന പ്രസിഡന്റ് സ്ഥാനമാണ് ഏറ്റെടുത്തത്. പുതിയ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് സഖ്യം രൂപവൽക്കരിക്കുന്നത് ഹംഗറിയുടെ ജനകീയ പ്രധാനമന്ത്രിയായ വിക്ടർ ഓർബൽ. UAEയിലെ ഷാർജയിൽ ബഹുനില റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ തീപിടുത്തത്തിലുണ്ടായ ഷാർജയിലെ ജമാൻ അബ്ദുൽ നാസിർ സ്ട്രീറ്റിലുള്ള റെസിഡൻഷ്യൽ ടവറിൽ ആളപായമില്ല. K-pop പാട്ടുകളും സിനിമയും കേൾക്കുകയും മറ്റുള്ളവർക്ക് പങ്കിടുകയും ചെയ്തതിന് 72-കാരനെ പൊതുമധ്യത്തിൽ വധിച്ച് ഉത്തര കൊറിയ. വിവരം പുറത്തുവന്നത് ദക്ഷിണ കൊറിയയുടെ ഏകീകരണ മന്ത്രാലയം പുറത്തുവിട്ട മനുഷ്യാവകാശ റിപ്പോർട്ടിൽ.
തബൂക്കിലെ അൽഗാൻ ഗ്രാമത്തിൽ അപൂർവ പുരാവസ്തു ലിഖിതം കണ്ടെത്തി. സൗദി ഹെറിറ്റേജ് അതോറിറ്റിയിലാണ് ബൈലിനിയർ ലിഖിതങ്ങളിലൊന്ന് കണ്ടെത്തിയത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.